നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനൊരുങ്ങി കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡ്. HMDയും NADയും ഭൂമി കൈമാറിയതോടെ 2 പതിറ്റാണ്ടിലേറെ തടസ്സപ്പെട്ട നിർമ്മാണ പ്രവർത്തനമാണ് പുനരാരംഭിക്കുന്നത്. പദ്ധതി നടപ്പിലാകുന്നതോടെ കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് HMDയും NADയും ഭൂമി കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. കഴിഞ്ഞ 23 വർഷമായി ഈ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി മൂലം ഈ റോഡ് നിർമ്മാണം പുരോഗമിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഭൂമി കൈമാറ്റം ചെയ്തതോടുകൂടി ജനങ്ങളുടെ പ്രതീക്ഷ വർദ്ധിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജീവ് സഖാവ്, നമ്മുടെ വ്യവസായ മന്ത്രിയും സ്ഥല MLA ആയ രാജീവ് നന്നായി ഇതിനകത്ത് ഇടപെട്ട് അദ്ദേഹം 2021 മുതൽ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ ഇടപെടുകയും മുൻകാലങ്ങളിൽ അദ്ദേഹം MB ആയിരുന്ന സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പണി ചെയ്തതാണ്. പക്ഷെ അന്ന് നടക്കാതെ പോയി. അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയാണ്. ഉടനെ തന്നെ റോഡ് പണി നടക്കും എന്നുള്ളത്. ഈ കൊച്ചിയുടെ ഗതാഗത വികസനത്തിന് ഇത് വലിയ ഒരു സംഭാവനയാണ് എന്ന ഒരു കരുതലുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു കൊച്ചിയുടെ സമഗ്ര വികസനം, പ്രത്യേകിച്ച് തീരദേശ ഹൈവേ എന്ന നിലക്കും ചരക്ക് ഗതാഗതത്തിനും നാഷണൽ ഹൈവേ വഴിയുള്ള വലിയ ദുർഘടമായ യാത്രയ്ക്കുമൊക്കെ ഒരു പര്യവസാനം ഉണ്ടായിക്കൊണ്ട് വളരെ സ്മൂത്തായി ഈ വഴി കൂടെ വാഹനങ്ങൾ പോകുന്നതിനും ഇവിടെ നിന്ന് കരിമ്പനം മുതൽ നെടുമ്പാശ്ശേരി വരെ ഫ്രീ ആയി റോഡുകൾക്ക് വാഹനങ്ങൾക്ക് പോകുന്നതിനുമൊക്കെ വളരെ സൗകര്യമാണ്. അതുകൊണ്ട് വലിയൊരു ശുഭപ്രതീക്ഷയിലാണ്. ഈ 25.7 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ റോഡുള്ളത്. അതിൻ്റെ 13.3 കിലോമീറ്റർ അത് 2003 അതിൻ്റെ പണി മുഴുവനായും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 14 കിലോമീറ്ററിന് മുകളിലാണ് പണി ബാക്കിയുള്ളത്. അതെ, ഈ പണി 2011 വന്ന UDF സർക്കാർ ഇതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും ഇവിടെ ഒരു വലിയൊരു പൊതുയോഗമൊക്കെ വിളിച്ചു കൂട്ടി അതിനുള്ള വർക്ക് നടത്തി അങ്ങനെ ഒരു ഉദ്ഘാടനം, ഈ റോഡ് 2ാം ഘട്ടം നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ച് പോയതിനു ശേഷം പിന്നെ കാണുന്നത് ഇങ്ങനെ ഈ പാടത്ത് ഇങ്ങനെ മണ്ണടിച്ച് നികത്തി അങ്ങ് HMTയുടെ ഈ കോമ്പൗണ്ട് മുതൽ NADയുടെ കോമ്പൗണ്ട് വരെയുള്ള പ്രദേശത്ത് മണ്ണടിച്ച് നികത്തി ഇട്ട് അപ്പോൾ പോയതല്ലാതെ പിന്നെ അതിനോട് ചേർന്ന് മറ്റൊരു പ്രവൃത്തിയും നടത്താൻ വേണ്ടി സാധിച്ചില്ല. ശേഷം വന്ന LDF സർക്കാർ ഇതിൻ്റെ ഏറ്റെടുക്കുകയും ടെൻഡർ നടപടിയെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ വർക്ക് ടെൻഡർ എടുത്ത് വർക്ക് തുടങ്ങേണ്ട താമസമുള്ളൂ. അതോടൊപ്പം തന്നെ NAD കഴിഞ്ഞാൽ മറ്റുള്ള ഏതാണ്ട് 387 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഇട്ടുകൊണ്ട് ബാക്കി മകളാലയം മുതൽ അങ്ങോട്ട് നെടുമ്പാശ്ശേരി വരെയുള്ള സ്ഥലം അക്വയർ ചെയ്യാനുള്ള ഫണ്ടും KIFബി അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വർക്കും ഉടനെ തന്നെ ഇതിനോടനുബന്ധിച്ച് തുടങ്ങും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഞങ്ങളെല്ലാം അതിനകത്ത് വളരെയധികം ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. എനിക്ക് പുറകിലായി ഉള്ള ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാവും. ആദ്യഘട്ടം ഇവിടെ വരെയാണ് പൂർത്തിയായത്. ഇനി 2ാം ഘട്ടം ആരംഭിക്കുന്നതോടുകൂടി, അതായത് 23 വർഷം നീണ്ടുനിന്ന പ്രതിസന്ധി കഴിഞ്ഞാണ് ഈ 2ാം ഘട്ടത്തിൻ്റെ റോഡ് നിർമ്മാണം നടക്കുന്നത്. ഈ ഇരുമ്പനം മുതൽ നെടുമ്പാശ്ശേരി വരെയുള്ള 25.7 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ സീപോർട്ട് എയർപോർട്ട് റോഡ് നിൽക്കുന്നത്. ഇവിടെ 13.3 കിലോമീറ്റർ ദൂരം, അതായത് ഈ ഇരുമ്പനം മുതൽ കളമശ്ശേരി വരെയുള്ള ആ ഭാഗം 2003 തന്നെ പണി പൂർത്തിയായതാണ്. ഇനി അങ്ങോട്ട് കളമശ്ശേരി മുതൽ എയർപോർട്ട് വരെയുള്ള 14.3 കിലോമീറ്റർ ദൂരത്തിലേക്കാണ് ഇനി പണി നടക്കേണ്ടത്. ഇത്തരത്തിൽ ഈ പണി കൂടി പൂർത്തിയാകുമ്പോൾ അത് ഈ എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിയിലെ ഗതാഗതത്തിന് വലിയ മുതൽക്കൂട്ട് തന്നെയാകും എന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ.